ഹലോ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ കേക്ക് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം എടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 200 ഗ്രാമാണ്. കേക്ക് ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഇതെടുത്ത് പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഞാനത് 1 മണിക്കൂറല്ല, അത് കൂടുതൽ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോക്സ് ക്രീം ചീസ് ഫുള്ള് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബീറ്റർ വെച്ചിട്ട് ക്രീം ഒന്ന് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഹൈ സ്പീഡിലല്ല, ലോ സ്പീഡിൽ തന്നെ അതിൻ്റെ ആ ഒരു ക്രംസ് ഒക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തത് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. കുഞ്ഞു തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പക്ഷേ വലിയ തരി ആയതുകൊണ്ട് ഞാനത് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് ക്രീമാക്കി എടുക്കുന്നുണ്ട്. ഭയങ്കര ലോ സ്പീഡിലാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പഞ്ചസാര പൊടിച്ചതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഇനി ബീറ്റ് ഇല്ലെങ്കിൽ ബീറ്റില്ലാന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ വിസ്ക് യൂസ് ചെയ്ത് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ചധികം ടൈം എടുക്കുമെന്ന് മാത്രം. പിന്നെ ഞാനതിലേക്ക് 2 എഗ്ഗാണ് ചേർത്ത് കൊടുത്തത്. ആദ്യം 1 മുട്ട ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ലോ സ്പീഡിൽ തന്നെ. അതൊന്ന് മിക്സ് ആയതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ മുട്ട ചേർത്ത് കൊടുക്കാവുള്ളൂ. മുട്ട ചേർക്കുമ്പോൾ മുട്ടയും റൂം ടെമ്പറേച്ചറിലായിരിക്കണം, തണുപ്പ് പാടില്ല. രണ്ടാമത്തെ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മൈദയാണ്. ഓൾ പർപ്പസ് ഫ്ലോറില്ലേ, അത് 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ചേർക്കുമ്പോഴും ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. ഞാൻ ചാമ്പ്യൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിലായിട്ട് ചേർക്കാനായിട്ടുള്ളൂ. പിന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ നോർമൽ കേക്കിൻ്റെ ടിന്നുണ്ടല്ലോ, 6 ഇഞ്ച് വലുപ്പമുള്ള ടിന്നാണ്. ഞാനതിലോട്ട് ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഉന്തി നിൽക്കുന്ന രീതിയിൽ വേണം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഡീമോൾഡ് ചെയ്യുമ്പം സിമ്പിളായിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ നോർമലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ അത് 2 ലെയറോളം ബട്ടർ പേപ്പർ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തു, അതിനകത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ രണ്ടാമത്തെ ബട്ടർ പേപ്പറും കൂടി വെച്ച് സൈഡിലോട്ടെല്ലാം ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 40 മിനിറ്റിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് ബേക്കായി വരുമ്പോൾ അതിൻ്റെ ടോപ്പിൽ ഒരു കരിഞ്ഞത് പോയാണ് ഇരിക്കുന്നത്. പിന്നെ അത് ബേക്കായി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ജിഗ്ലി ആയിട്ട് ഇങ്ങനെ കുലുങ്ങൂട്ടോ അത്. അപ്പോൾ അത് വെന്തില്ല എന്ന് വിചാരിക്കരുത്, അത് അങ്ങനെയാണ് ഇരിക്കുന്നത്. തണുത്ത് കഴിയുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഈ ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റും. സൈഡിലൊന്നും മുട്ടത്തൊന്നും ഇല്ല. നമ്മുടെ ടിന്ന് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ആണ് കഴിക്കേണ്ടത്. എനിക്കതിനുള്ള സമയവും സന്ദർഭവും സാവകാശവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഞാനത് മുറിച്ചൊന്ന് കഴിച്ചു നോക്കി. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് ഒരു പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി വെച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, പാളിപ്പോകത്തില്ല. ഇനി ഓവൻ ഇല്ലാന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. സ്റ്റൗ ടോപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ടേസ്റ്റും ആ ഒരു മണവും ഒക്കെ ഇങ്ങനെ തങ്ങി നിൽക്കും കേട്ടോ. ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീല് കണ്ടപ്പോഴത്തേക്കും എല്ലാവരും മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ എടുത്ത് ഇതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് അത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാനും കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.